പണ്ടൊക്കെ കോഹ്ലി ഈസി ആയിട്ടാണ് സെഞ്ചുറികൾ അടിച്ചുകൂട്ടാറ്. എന്നാൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് കോഹ്ലിക്ക് ഒരു സെഞ്ചുറി അടിക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ കാത്തിരിക്കണം. കോഹ്ലിയൊക്കെ അത്രയ്ക്കും ഫോമൗട്ടായി. കോഹ്ലിയെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആരാധകർ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റതിന് ശേഷം വലിയ വെളിപ്പെടുത്തലുമായി കോഹ്ലി രംഗത്ത് വന്നിരിക്കുകയാണ്. കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയയുമായിട്ടുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ നാണം കെട്ട് തോറ്റു. 10 വിക്കറ്റിന്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എപ്പോഴാണ് ഫോമൗട്ട് ആവുന്നത് അന്ന് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കും. എനിക്കിപ്പോഴും എന്നിൽ വിശ്വാസമുണ്ട്. അടുത്ത ടെസ്റ്റിൽ ഞാൻ തിരിച്ചു വരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. ഇനി എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോമാകാൻ സാധിച്ചില്ലെങ്കിൽ ടെസ്റ്റിൽ നിന്ന് ഞാൻ വിരമിക്കും. അതിനെനിക്ക് യാതൊരു മടിയുമില്ല. യുവതാരങ്ങൾക്ക് അവസരങ്ങൾ വിട്ടുകൊടുക്കും. ടീമിന് ബാധ്യതയായിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല. എനിക്കത് ഇഷ്ടവുമല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത മത്സരത്തിൽ ഫോമിൽ കളിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ തയ്യാറെടുക്കുന്നത്. കഠിനമായ പരിശീലനമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോമൗട്ടിലാണ്, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. അടുത്ത ടെസ്റ്റിൽ ഞാൻ മികച്ച കളി പുറത്തെടുക്കുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. കോഹ്ലിക്ക് വരെ മനസ്സിലായി താൻ ഫോമൗട്ടാണെന്ന്. ആരാധകരും ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. രോഹിത് ശർമ്മ, കോഹ്ലി ഇവരെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം. യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കണം. ധോണിയൊക്കെ പെട്ടെന്നാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്. ഏകദിന T20 പോലെയല്ല ടെസ്റ്റ് ക്രിക്കറ്റ്. പെട്ടെന്ന് താരങ്ങൾ ഫോമൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് വയസ്സ് കൂടുന്തോറും കോഹ്ലി ഇപ്പോൾ റിസ്കിലാണ്. എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് കരിയർ കോഹ്ലി നിർത്തിയേക്കും. വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിൽ മികച്ച കളി കോഹ്ലി കാഴ്ചവെച്ചില്ലെങ്കിൽ BCCI തന്നെ കോഹ്ലിയെ പുറത്താക്കും. സഞ്ജുവിനെ പോലെയുള്ള യുവതാരങ്ങളെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.